ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. പരിശുദ്ധ മാതാവ് കുഞ്ഞു പൈതലാം യേശുവിനെ തൻ്റെ ഉദരത്തിൽ പേറുന്ന സമയം. സീനായ് മലയെ തൻ്റെ സന്നിധിയിൽ വിറപ്പിച്ചവനായ സാക്ഷാൽ ദൈവം മലകളെയും സമുദ്രങ്ങളെയും ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ ദൈവത്തെ തൻ്റെ ഉദരത്തിൽ വഹിക്കുന്ന മാതാവ്. ആ മാതാവാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്, പരിശുദ്ധനായവൻ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനാണ് എന്ന്. അതിന് മാതാവ് ഒരു മാനദണ്ഡവും പറയുന്നുണ്ട്. തനിക്കുണ്ടായിരുന്ന ഒരു വലിയ അനുഗ്രഹം, താൻ ദൈവത്തിൻ്റെ ദാസിയാണെന്നും തൻ്റെ താഴ്മയുള്ള ഹൃദയം അത് ദൈവം കണ്ട് ദൈവം തന്നിൽ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് നമ്മളോട് ഓരോരുത്തരോടും മാതാവ് പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ താഴ്മയിൽ ദൈവം കടാക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നമുക്കും ഒരു ഉറപ്പ് തരികയാണ്. നമ്മുടെ താഴ്മയുള്ള ജീവിതം അത് എപ്പോഴും ദൈവത്തിന് ഇമ്പകരമായിരിക്കും. ദൈവം ആ നമ്മുടെ താഴ്മയുള്ള ഹൃദയം ഇഷ്ടപ്പെടുന്നു എന്ന്. സങ്കീർത്തനക്കാരൻ 138-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. അതെ, നമ്മുടെ ദൈവം താഴ്മയുള്ള ആളുകളെ സ്നേഹിക്കുന്നു. താഴ്മയുള്ള ഹൃദയമുള്ളവർക്ക് മാത്രമേ ദൈവവുമായി, നസ്രായനുമായി ഒരു അടുത്ത സ്നേഹബന്ധം ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ. എന്താണ് താഴ്മ? അത് മറ്റൊന്നല്ല, മനസ്സിൻ്റെ വിനയമാണ്. അഹങ്കാരവും അഹംഭാവവും ഇല്ലാത്ത ഒരു മനസ്സിനുടമയായിരിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് താഴ്മ. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഓരോരുത്തരും മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതുന്ന ഒരു ലോകം. ദൈവമേ, എൻ്റെ താഴ്മ, എൻ്റെ സൗമ്യത, മറ്റുള്ളവരോട് ഞാൻ കാണിക്കുന്ന ആദരവും ബഹുമാനവും അത് ശരിക്കും എൻ്റെ നല്ല ഹൃദയത്തിൽ നിന്നും വരുന്നതാണോ, അതോ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന ഭാവം പേറി അഹങ്കാരത്തിൻ്റെ വിത്തുകൾ മുളച്ചിട്ടുള്ള ഒരു വ്യക്തിയാണോ ദൈവമേ ഞാൻ? അഹങ്കാരം എന്ന വിഷം ഉള്ളിൽ നിറച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണോ? നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ഇടയിലും നല്ല ആത്മവിശ്വാസമുള്ള, നല്ല കഴിവുകളുള്ള, ദൈവം തന്ന നല്ല സ്ഥാനത്തായിരിക്കുന്ന ആളുകൾ. ഒരു പക്ഷേ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആത്മവിശ്വാസം, ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ, സ്ഥാനങ്ങൾ, ഇതെല്ലാം നമ്മളെ കുറച്ചെങ്കിലും അഹങ്കാരികളാക്കുന്നുണ്ടോ? അതോ ദൈവം എന്നെ ഉയർത്തുന്ന ഓരോ സമയവും കൂടുതൽ താഴ്മയുള്ള ഹൃദയത്തിനുടമയായി, കൂടുതൽ ഹൃദയ വിശാലതയോടെ, സൗമ്യതയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായി എനിക്ക് മാറുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവമേ, വിശുദ്ധിയോടെ താഴ്മയുള്ള ഒരു ഹൃദയത്തിനുടമയായി ദൈവത്തിൻ്റെ ദയ അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ എൻ്റെയും ഹൃദയത്തിൽ നിന്ന് മാതാവിൻ്റെ പ്രാർത്ഥന പോലെ എൻ്റെയും പ്രാർത്ഥന, ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് എത്തുവാൻ എനിക്ക് നീ ഇട നൽകണമേ. എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും
കർത്താവിന് സ്തുതികൾ കരയറ്റുന്ന, ഞാൻ എന്നും എൻ്റെ ദൈവത്തിൽ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി എന്നെ നീ ആക്കി തീർക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.